പിന്നെ ബേബി ക്യാരി ബെഡ്, അത് നമുക്ക് ബേബീനെ റിസീവ് ചെയ്യാനും പിന്നെ നമുക്ക് കൊണ്ടു നടക്കാൻ എളുപ്പത്തിനൊക്കെ വേണ്ടി മേടിച്ചതാണ്. പിന്നെ മോസ്കിറ്റോ ബെഡ്, ഇത് വാവിനെ കിടത്താൻ, അതായത് ഇതിൽ മോസ്കിറ്റോ നെറ്റൊക്കെ ഉണ്ട്. നമുക്ക് ഹോസ്പിറ്റലിലും അല്ലാതെ വീട്ടിലും വന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഞാൻ ഓൺലൈൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ വാവയുടെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ ബാഗ് പാക്ക് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മളുടെ എല്ലാ മെഡിക്കൽ ഡോക്യുമെൻറ്റ്സും സ്കാനും റിപ്പോർട്ട്സും എല്ലാം എടുത്തു വയ്ക്കാം കേട്ടോ. അത് നമ്മൾ മറക്കരുത്. പിന്നെ ഫസ്റ്റ് ഞാൻ എടുത്തു വയ്ക്കണത് ബെഡ്ഷീറ്റൊക്കെ ഉണ്ട്. നമുക്കവിടെ റൂമിൽ പോയാൽ യൂസ് ചെയ്യാൻ പറ്റണ ബെഡ്ഷീറ്റൊക്കെ. പിന്നെ നമുക്ക് ആവശ്യമുള്ള തോർത്ത്, ഇന്നേഴ്സൊക്കെ ഉണ്ടോ ഈ ഒരു പാക്കിൽ. പിന്നെ ഞാൻ 3/4 പാൻസ് എടുത്തായിരുന്നു, കുറച്ച് നൈറ്റിയുടെ അടിയിലൊക്കെ വെയർ ചെയ്യാൻ വേണ്ടി. പിന്നെ ഫീഡിങ് നൈറ്റീസ് ഒരു 6 നമ്പേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫീഡ് ചെയ്യാനുള്ള ഇപ്പോഴത്തെ ടൈപ്സ് നൈറ്റീസാണല്ലോ ഞാൻ മേടിച്ചത്. പിന്നെ ഓപ്പൺ നൈറ്റി ഒന്നും ഞാൻ കൊണ്ടുപോയില്ലായിരുന്നു. പക്ഷെ അതെനിക്ക് തോന്നുന്നു നമുക്കത് യൂസ്ഫുള്ളൊന്നുമല്ല. അപ്പോൾ ഞാൻ ഫീഡിങ് തന്നെ സൈഡിൽ സിബുള്ളതും പിന്നെ സെൻറ്ററിൽ സിബുള്ളതും അങ്ങനത്തെ നൈറ്റീസാണ് മേടിച്ചത്. അതും ഞാൻ മിക്കതും ഓൺലൈനിൽ തന്നെ മേടിച്ചതാണ്. പിന്നെ ഇതാണ്ട് വൈറ്റ് മുണ്ട് കട്ട് ചെയ്ത് വെച്ചാക്കണത്, അതും ഇതേപോലെ സിപ്പ് കവറിലെടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ വൈറ്റ് മുണ്ട് കട്ട് ചെയ്യാത്ത 2 മുണ്ടും എക്സ്ട്രാ എടുത്ത് വെച്ചായിരുന്നു. അവർ നമുക്ക് ഹോസ്പിറ്റലിൽ ചോദിക്കുമല്ലോ, അപ്പോൾ അതും അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് മെറ്റേണിറ്റി പാഡാണ് കേട്ടോ. അത് നമ്മൾ സാധാ വിസ്പർ അങ്ങനെയുള്ള പാഡും എടുത്തിട്ടുണ്ട്, അല്ലാതെ ഈ ഒരു ടൈപ്പ് മെറ്റേണിറ്റി പാഡും എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പാക്ക് മേടിച്ചിട്ടുള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതധികം യൂസ്ഫുൾ ആവില്ല. ഫസ്റ്റ് ഒരു 1 ഡേ അല്ലെങ്കിൽ 2 ഡേ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ കുറേ ഫ്ലോ ഉള്ളവർക്കത് നല്ലതായിരിക്കും. പിന്നെ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഈ ഒരു ടോയ്ലറ്ററീസ് സംഭവങ്ങൾ, ബ്രഷ്, പേസ്റ്റ്, ഷാംപൂ, ഹാൻഡ് വാഷ്, അങ്ങനെ നമുക്ക് ഡെയിലി അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഇത്. പിന്നെ ബേബിയുടെ ക്ലോത്ത്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു ലിക്വിഡ് ഡിറ്റർജൻറ്റ് മേടിച്ചായിരുന്നു. ഈ ഒരു ബേബി ഹഗ് ബ്രാൻഡിൻ്റെ ഉണ്ടോ മേടിച്ചത്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പ്ലേറ്റ്, സ്പൂൺ, അങ്ങനെ അല്ലറ ചില്ലറ പാത്രങ്ങൾ, പിന്നെ ബക്കറ്റ്, കപ്പ്, പിന്നെ പാമ്പേഴ്സ്. ഞാൻ മേടിച്ചത് ഈ ഒരു പാമ്പേഴ്സാണ് കേട്ടോ, ന്യൂ ബോണിൻ്റെ. അപ്പോൾ ഇത് ടേപ്ഡാണ്. ഈ ടേപ്ഡായിരിക്കും നമുക്ക് ന്യൂ ബോണിന് യൂസ് ചെയ്യാനായിട്ട് നല്ലത്. പിന്നെ ഈ ഗോകർണം, അതും നമുക്ക് എന്തായാലും ആവശ്യം വരും കൊച്ചിന് ആദ്യമൊക്കെ നമുക്ക് പാൽ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതും എല്ലാവരും കയ്യിൽ കരുതാം. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.